എനിക്ക് സാറിനോട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. കാരണം എനിക്ക് മനസ്സിലാവാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ എന്ത് ചോദിക്കാനാണ്? ഒരു പ്രാവശ്യം പറയുന്നു ഗർഭം കലക്കാൻ പറഞ്ഞു വന്നു. എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനമാണ് അംഗീകരിക്കുക, എൻ്റെ ഗുരുവാണ്. പക്ഷെ ഞാൻ എങ്ങനെ ഏത് ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അശരീരി ഗർഭം അതാണ് ഇപ്പൊ കിടന്ന് കറങ്ങുന്നത്. നമ്മൾ 100% ഇരയോടൊപ്പം നിന്നുകൊണ്ട് ഇരയെ തള്ളിപ്പറയാതെ ഇര പരാതി കൊടുക്കട്ടെ, ഇരയ്ക്ക് മാനസികമായി ബുദ്ധിമുട്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരയ്ക്ക് നീതി കിട്ടണം, അതൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഗർഭം കലക്കാൻ പറഞ്ഞു എന്ന് പറയുന്നു. ഇപ്പൊ പറയുന്നു, ഇന്നലെ ഇറങ്ങിയ ഓഡിയോയിൽ പറയുന്നു പിന്നെ ഗർഭം ഉണ്ടാക്കാൻ പറഞ്ഞു, നീ പ്രസവിക്കണമെന്ന് പറയും. യഥാർത്ഥത്തിൽ എന്താ സാർ നടക്കുന്നത്? ഇലക്ഷൻ ഗർഭമാണോ സാർ? എന്തായാലും ഒരു ഗുരുവിൻ്റെ ധർമ്മമാണ് ശിഷ്യയുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കുക എന്നുള്ളത്. അത് തീർത്തു തരാൻ ഞാൻ എൻ്റെ അറിവ് വെച്ച് പരമാവധി ശ്രമിക്കാം. ഇവിടെ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അശരീരികളാണ് ഇങ്ങനെ അന്തരീക്ഷത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ആദ്യം ഒരു പോസ്റ്റ് ഇട്ട് അശരീരി രംഗത്ത് വരുന്നില്ല, രണ്ടാമത് വീണ്ടും അത് തന്നെ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ചർവണമാണ്, ആവർത്തനമാണ്. ആദ്യം പറഞ്ഞത് നീ പറഞ്ഞിട്ടല്ലയോ എടാ ഞാൻ അങ്ങനെ ചെയ്തത്, ഞാനിങ്ങനെ ഗർഭം ധരിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ്, വാക്കുകളതല്ല, ഞാൻ കേട്ട കാര്യങ്ങളിതാണ്. അപ്പോൾ പിന്നെ നീ അത് കഴിഞ്ഞിട്ട് പറയുന്നു അത് പിന്നെ ഛിദ്രം ചെയ്യണമെന്ന് പറയുന്നു. എന്താടാ ഇങ്ങനെ? അതിന് എന്ത് വളരെ സിമ്പിളായിട്ടുള്ള മാർഗങ്ങളേ ഉള്ളൂ, അതങ്ങ് സ്വീകരിച്ചാൽ മതി. ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അപ്പോൾ ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് ഉരുത്തിരിയുന്ന ഒരു കാര്യം എന്താ? ഇത് പരസ്പര സമ്മതപ്രകാരമുള്ള ഉഭയ സമ്മതപ്രകാരമുള്ള ഒരു പ്രക്രിയയായിരുന്നു, അതിൻ്റെ ഒരു അവസാനമാണ്. അപ്പോൾ ഈ പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ രാഹുലിൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് കുട്ടി ഉണ്ടാവുക, നമുക്കൊരു കുട്ടി വേണമെന്നുള്ളതായിരുന്നു രാഹുലിൻ്റെ ആഗ്രഹം, അതിനുവേണ്ടി തയ്യാറായതാണ്. അല്ലാതെ ഇവിടെ ഒരു മാനഭംഗമോ വസ്ത്രാക്ഷേപമോ അല്ലെങ്കിൽ ഒരു ബലാത്സംഘട്ടനമോ നടന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടുപേരും സമ്മതിച്ച് നടത്തിയ ഒരു കാര്യ എഗ്രിമെൻറ്റിൽ. ഇവിടെ സാധാരണഗതിയിൽ ഈ പെൺകുട്ടിക്ക്, ഈ അശരീരി ഇടുന്ന പെൺകുട്ടിക്ക് ആരായാലും ശരി പറയാൻ നോ, ഞാനതിന് തയ്യാറല്ല, നോ പറയേണ്ടടുത്ത് പെൺകുട്ടികൾ ധന്യായാലും നോ പറയണം. വീണ്ടും അത് ആവർത്തിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇതുപോലെ അബദ്ധം പറ്റരുത്, നോ പറയേണ്ടടുത്ത് നോ പറയണം. ഏതവനായാലും മന്ത്രിയായാലും രാഷ്ട്രീയക്കാരനായാലും. അതിനെന്തേ ചുണയില്ലാതെ പോയത്? അപ്പോൾ അവിടെ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു നയം സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം യെസ് എന്നാണ്. ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. പറ്റില്ല, പോയി ഇതിൻ്റെ പണി നോക്കാം, അല്ലെങ്കിൽ ചെരുപ്പൂരി എടുത്ത് അതിന് വന്നു കഴിഞ്ഞാൽ കാലിലെ ചെരുപ്പുണ്ടല്ലോ, ധരിക്കാറുണ്ടല്ലോ, അതെടുത്ത് ചെപ്പക്കുറ്റി തീർത്ത് അടി കൊടുക്കണമായിരുന്നു എന്നോ. അല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉഭയസമ്മതപ്രകാരം ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് പരാതി പറയല്ല വേണ്ടത്. എന്താ ഇതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസമില്ലേ? ജെൻസി എന്നൊക്കെയാണല്ലോ പറയുന്നത്. നമ്മൾ നോക്കൂ തന്നെ, നമ്മൾ തുറന്നു തന്നെ സംസാരിക്കാം. നമ്മൾ ജീവിച്ച ആ തലമുറയാണോ ഇപ്പോൾ ജീവിക്കുന്നത്? നിങ്ങൾ ട്രെയിനിൽ നോക്കൂ. ഞാൻ അതിനു മുമ്പൊരു കാര്യം പറയാം. പിന്നെ പൂനെയിലൊരു പാർക്കുണ്ട്, പബ്ലിക് പാർക്ക്, എല്ലാവർക്കും പോകാവുന്ന പാർക്കാണ്. ആ പാർക്കിൽ ഞാൻ പോയിരുന്നു. ഓഷോ രജനീഷിൻ്റെ ആശ്രമത്തിന് തൊട്ടടുത്താന്ന് തോന്നുന്നു, അവിടെയും ഞാൻ പോയിട്ടുണ്ട്. ഓഷോ രജനീഷിൻ്റെ ആശ്രമത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള തുറന്ന സെക്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ആക്ടിവിറ്റീസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് പറയും, ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുക്കും, എന്നിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ അവർ മറയ്ക്കും, അതിനടിയിൽ കൂടെ നടക്കുന്നതൊക്കെ സെക്സ് ആക്ടിവിറ്റീസാണ്. കാരണം അവിടെ ഒരു ഹോട്ടൽ എടുക്കണമെങ്കിൽ 10,000 രൂപ ചിലവാകും, നല്ല ചിലവുണ്ട്. അതുകൊണ്ട് അത് കഴിയാതെ പാർക്കിൽ വരുന്ന ഓപ്പണായിട്ട് സെക്സ് ആക്ടിവിറ്റീസിൽ പേപ്പർ കൊണ്ട് മറച്ച ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക, അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ അവിടെ ലിബർട്ടി, ഒരു ലിബറൽ സമൂഹത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ജീർണതകളുമുള്ള ഒരു സമൂഹമാണ്. നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്ത് നോക്കൂ, ട്രെയിനിൽ നോക്കുമ്പോൾ അവിടെ നടക്കുന്നത് മുഴുവൻ ഇതേ രംഗങ്ങളാണ്. ഈ തിരക്ക് കൂടിയ ട്രെയിനിനകത്തിരുന്ന് പ്രേമിച്ച് എൻ്റെ തോളിലേക്ക് ഒരു പയ്യൻ വന്ന് വീണു. പ്രേമിക്കുക, അവിടെ നിന്നൊരു അവൻ്റെ പെൺകുട്ടിയുണ്ട്, ഇന്ന് പ്രേമിച്ച് എൻ്റെ തോളിലേക്ക് വന്ന് വീഴുക. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞാ, നീ എന്നെ തള്ളിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്കുന്ന പെൺപിള്ളേർ അവരുടെ ദേഹത്തേക്ക് ഞാൻ ചെന്ന് വീഴും, അവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്നെ കേസിൽപ്പെടും. ദേവി അത് സ്റ്റഡിയായിട്ടൊന്നും എനിക്ക് പൊന്നു മോനെ, അവരെ കൈ തൊഴുതുകൊണ്ട് പറഞ്ഞെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ എന്തോ വരുന്നതെന്ന് അറിയത്തില്ല. പ്രായമായവരുടെ ബഹുമാനമൊന്നും അവർക്കൊന്നുമില്ല. നമ്മുടെ ജെൻസിയുടെ ഒരു പ്രത്യേകതയാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർമേഷൻ. ഇപ്പം ഞാനിത് കണ്ട് ഞെട്ടുന്നത് പോലെ ഇനി നോക്കിക്കോളൂ, ജെൻസിയിൽപ്പെട്ട ആൾക്കാർ അവരും വയസ്സാവുമല്ലോ, ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ നമ്മൾ വന്നു കഴിയുമ്പോൾ അടുത്ത തലമുറ ആൾക്കാർ ഇതിനും അപ്പുറമുള്ള പെരുമാറ്റങ്ങൾ നടത്തുമ്പോഴാണ് അവർ പാഠം പഠിക്കുക. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞങ്ങളുടെ അപ്പൂപ്പനാവാൻ പ്രായമുള്ള ആൾക്കാർ ഈ ഞെട്ടിച്ച് കാണുമല്ലോ എന്ന് ആലോചിക്കുന്നത്. മനസ്സിലായി? ഇത് കാലത്തിൻ്റെ ഒരു ഗതിക്രമം, ആർക്കും തടയാൻ പറ്റാത്ത ഗതിക്രമങ്ങൾ. നമ്മൾ ഈ മൂല്യം പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമല്ല താല്പര്യം.
ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ ഇൻ്റർനെറ്റിലെ കാഴ്ചകൾ കണ്ട് അത്തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. ആ തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. എല്ലാവരും കൂടി ചേർന്നാണ് നടത്തുന്ന ആ പ്രേമരംഗങ്ങളും എല്ലാം പെൺകുട്ടിയുടെ അനുവാദത്തോടു കൂടി നടക്കുന്ന പ്രേമരംഗങ്ങൾ തന്നെയാണ്. അല്ല പുറകെ നടന്ന് ഉപദ്രവിക്കുകയല്ല, ഭൂവാല ശല്യമല്ല, ഒന്നുമല്ല. അപ്പോൾ ആ ജെൻസിയെ നമ്മൾ കാണണം. ആ ജെൻസിയുടെ കാലഘട്ടത്തിൽ നോ പറയാനുള്ള അവകാശം പെൺകുട്ടിക്കുണ്ട്. പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോകാൻ നാണമാണെങ്കിൽ വനിതാ പോലീസ് സ്റ്റേഷനുണ്ട്. ഇതല്ലെങ്കിൽ ജഡ്ജിയോട് നേരിട്ട് രഹസ്യമൊഴി നൽകാം. എന്തെല്ലാം ഉപാധികൾ ഈ രാജ്യത്ത് ജനാധിപത്യം അനുവദിക്കൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ജഡ്ജിക്ക് രഹസ്യമൊഴി നടക്കി അവിടെ ചോദ്യം ചെയ്യലുണ്ടാവില്ല, കേസെടുക്കാൻ പറയുകയുള്ളൂ. അങ്ങനെ എന്തെല്ലാം ഉപാധികളുണ്ടായിട്ട് ഈ ഫോണിൽ കൂടെ സംസാരിക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആര് ചെയ്തതായാലും പെൺകുട്ടിയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കിപ്പോൾ തോന്നുന്നത് നിർമ്മിത ബുദ്ധിയിൽ കൂടി ഇതുപോലുള്ള ക്യാപ്സ്യൂളുകളൊക്കെ ഉണ്ടാക്കി വിടാൻ പറ്റും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇതിനെ പറത്തി വിടുക കാറ്റിൽ. ഒരു വിലയില്ല. ഈ ആകാശത്ത് പറക്കുന്ന വട്ടം പോലെയുള്ളത്. നിങ്ങൾക്ക് പരാതിയുണ്ട് പെൺകുട്ടിക്കെങ്കിൽ, ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവൾ പോയി കോടതിയിൽ കേസ് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ല രണ്ടുപേരും കൂടെ രമിച്ചിട്ട് പിന്നെ അവസാനം വന്നു കഴിയുമ്പോൾ ഒരുത്തൻ്റെ തലയിൽ മാത്രം വെച്ച് കൊടുക്കുന്ന എന്ത് പരിപാടിയാണത്? പിന്നെ ശരിയാണ്, ഇൻറ്റഗ്രിറ്റി ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ ആരാ ഇൻറ്റഗ്രിറ്റി ഉള്ള? ഏതവനാ ഉള്ളത്? മുകേഷ് ഇല്ലേ, MLA ആയിട്ടിരിക്കുന്നില്ലേ? അവന് ഇൻറ്റഗ്രിറ്റി ഉണ്ടോ? അവൻ്റെ ഭാര്യയെ അടുക്കലിട്ട് തൊഴിച്ചതല്ലേ അവന്? അല്ലേ? അങ്ങനല്ലേ? അതിൻ്റെ ഉണ്ടല്ലോ ഓഡിയോ ക്ലിപ്പ് അന്തരീക്ഷത്തിൽ. എന്നിട്ട് നേതാവായിട്ട് MLA ആയിട്ട് ഞെളിഞ്ഞ് നടക്കുകയല്ലേ ചെയ്യുന്നത്? എന്തേ മുകേഷിന് എന്താ കൊമ്പുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന് കൊമ്പില്ലാതെയുണ്ടോ? എല്ലാം കണക്ക് തന്നെ നീ. അപ്പോൾ അതുകൊണ്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുക എന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയുക. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയെ അനുകൂലിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ തെറ്റിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് പിന്നെ പരാതി പറയുന്നത് കാര്യമില്ല. ജൻസി മാറിയിട്ട് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നറിയാവോ? കഴിഞ്ഞ ദിവസമല്ലേ 17 വയസ്സുള്ള ഒരു കുട്ടികളുള്ളൊരു അമ്മ ഒളിച്ചോടിപ്പോയ വാർത്തകൾ വന്നത്. വീട്ടുകാരി എന്ന 17 വയസ്സുകാരനെ രക്ഷിച്ചുകൊണ്ട് പോവുകയായിരുന്നല്ലേ? ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവമാണ് അവിടെ സംഭവിച്ചത്? ഇയാൾ ചുള്ളനാണ്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവാണ്. ആകർഷണം തോന്നി അവർ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓഡിയോയും കൊണ്ട് വന്നിട്ട് എന്താ കാര്യം? പാദസാം നിജയം വാർന്നുള്ളവ് സേതു ബന്ധനോദ്യോഗം എന്തടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മണൽച്ചിറ, അതായത് വെള്ളമെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ മണൽച്ചിറ കെട്ടി വെള്ളം തടുക്കാൻ പറ്റുമോ? ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. പിന്നെ ഇതിനൊക്കെ നിരോധന മാർഗങ്ങളൊക്കെ ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. അത് ഉപയോഗിക്കാമായിരുന്ന പെൺകുട്ടിക്ക്. അല്ലാത്തുള്ള ബന്ധങ്ങൾക്ക് നോ പറയാമായിരുന്നു. എന്തേ ആ നോ പറഞ്ഞില്ല? നെവർ സേ. അതാണ് ഒന്നുകൂടെ അവസാനമായിട്ട് അപേക്ഷിക്കാനുള്ളത് നമ്മുടെ ജൻസിയിലെ പെൺകുട്ടികളോട്. നെവർ സേ നോ ടു നോ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതാണ് വിവേകത്തിൻ്റെ ശബ്ദം. നെവർ സേ നോ ടു നോ. നോ പറയേണ്ടടുത്ത് നോ പറയാതിരിക്കരുത്. ഇത് തന്നെയാണ് വേണ്ടത്. പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് വേണ്ടത്. ആ നോ വരണം. നോ കൊണ്ട് നിന്നില്ലെങ്കിൽ പിന്നെ ചെരുപ്പിനിട്ട് ചെപ്പക്കുറ്റി തീർത്ത് അടി കൊടുക്കുക, അവനെ അകറ്റി നിർത്തുക. അതാണ് വേണ്ടത്. പിന്നെ ശൃംഗരിക്കാനും കുഴയാനും ഒക്കെ പോയി കഴിഞ്ഞാൽ പുരുഷൻ അവൻ്റേതായിട്ടുള്ള രീതിയിൽ അത് മുതലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എല്ലാ പുരുഷന്മാരും, മിക്കവാറും എല്ലാ പുരുഷന്മാരും. എല്ലാവരും മഹാത്മാഗാന്ധിമാരല്ലല്ലോ, നൈഷ്ഠിക ബ്രഹ്മചാരികളും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കരുതലും ജാഗ്രതയും നോ പറയാനുള്ള ശക്തി ആണ് സേഫ്റ്റിയിലേക്കുള്ള താക്കോൽ.